മണി മരിക്കാനുണ്ടായ കാരണവും മണി മരിച്ചത് എങ്ങനെയാണെന്നും മണിയുടെ ഇപ്പോഴത്തെ കുടുംബാവസ്ഥ എങ്ങനെയാണെന്നും ബന്ധുക്കളുടെ അവസ്ഥ എങ്ങനെയാണെന്നും അനിയൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നും എല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. പാലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എല്ലാം ഇതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. കലാഭവനിലെ ഒരു ജീവിതം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് സിപ്പ് ചെയ്യാണ്ട് ശ്രദ്ധാപൂർവം കാണും. കലാഭവമണി നാട്ടിലെത്തിയിട്ടുണ്ട്, പാടിയിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാനും മാർട്ടിനും അതിലെ ക്യാമറമാനും കൂടിയിട്ട് ഈ നമ്മുടെ കലാഭവമണിനെ കാണാൻ പോകണം. അന്ന് കലാഭവമണിക്ക് ഗംഭീര തിരക്കാം. തമിഴ്, തെലുങ്ക്, കന്നഡ, എല്ലാ ഭാഷയിലും തിരക്കാം. മലയാളത്തിലേക്ക് കലാഭവമണിയിൽ കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയാണ്. അത്ര തിരക്കുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് ചെന്ന് പാടിയിൽ ചെന്ന് അവർ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, മാർട്ടിൻ, നീ ആദ്യമായിട്ട് ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അത് സീരിയലായിരിക്കാം. പക്ഷേ ഗുരുവായൂർ അപ്പനെ കുറിച്ചുള്ള ഒരു സീരിയലാണ്. അത് ആനേനെ കുറിച്ചുള്ള ഒരു സീരിയലാണ്. അതുകൊണ്ട് ആ ടൈറ്റിൽ സോങ് ഞാൻ പാടിയോളാം, ഒരു കുഴപ്പം ചെയ്യാൻ. പക്ഷേ അത് ഒരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് അന്ന് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്കിവിടെ ഒരു പള്ളിയിൽ സാധു കുട്ടികളുടെ കൂടെ ഭക്ഷണം, ഞാൻ അവരെ കൂടി ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അവർക്ക് അന്ന് എല്ലാ ഡ്രസ്സുകളും ഭക്ഷണം എല്ലാം ഞാനാണ് അവിടെ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ അന്ന് നമുക്ക് എന്നെ ഒരു 12 മണിക്ക്, നിങ്ങൾ കാലത്ത് ഞാൻ ലൊക്കേഷനിൽ വരാം, 12 മണിക്ക് സോങ് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ കുട്ടികളെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അന്നാണ് കലാഭവമണി ആരാണ്, കലാഭവമണിയുടെ സ്വഭാവം എന്താണ്, ഇത്രയും സൗഹൃദനായുള്ള ഒരു മനുഷ്യൻ, വന്ന വഴി മറക്കാത്ത മനുഷ്യൻ, കൂട്ടുകാരെ മാറോട് ചേർത്ത് പിടിക്കുന്ന മനുഷ്യൻ. നമസ്കാരം. കലാഭവൻ മണി എന്ന് പറഞ്ഞ അതുല്യ കലാകാരനെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നുപോയിട്ടുണ്ടാവില്ല. അകാലത്തിൽ മൃതിയടഞ്ഞ ഈ കലാകാരൻ മലയാള ചലച്ചിത്ര നഭസിൽ മിന്നുന്ന താരമായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അകാല വിയോഗം ഉണ്ടായത്. ഇന്ന് കലാഭവൻ മണിയുടെ കുടുംബത്തിന്റെ അവസ്ഥയും അദ്ദേഹം ആർജിച്ച സ്വത്ത് വകകളുടെ അവസ്ഥയും എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഡ്യൂസർ വ്യക്തമാക്കുന്നു. ഈ പ്രൊഡ്യൂസറിന് വേണ്ടി മാർട്ടിൻ ചാലിശ്ശേരി എന്ന സംവിധായകൻ കലാഭവൻ മണിയെ വെച്ച് ഒരു ഗാനം ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രൊഡ്യൂസറുടെ സീരിയലിൽ ചേർക്കുവാൻ വേണ്ടി. അദ്ദേഹം അത്തരം കാര്യങ്ങൾ കൂടി അനുസ്മരിച്ചുകൊണ്ടാണ് കലാഭവൻ മണിയുടെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് കലാഭവൻ മണി ചലച്ചിത്ര മേഖലയ്ക്ക് ഉയർന്നു വന്നത്. ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിതം ആരംഭിച്ച കലാഭവൻ മണി മലയാള ചലച്ചിത്ര വേദിയിലെ സൂപ്പർ താര പദവിയോളം എത്തുകയുണ്ടായി. എന്നാൽ കടന്നു വന്ന വഴികൾ ഒരിക്കലും അദ്ദേഹം മറന്നിട്ടുണ്ടായില്ല. എപ്പോഴും ചാലക്കുടിക്കാരെയും തന്നോടൊപ്പം നിന്ന് സഹപ്രവർത്തകരെയും മണി എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വിധി മരണത്തിന്റെ രൂപത്തിൽ എത്തി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥയും കലാഭവൻ മണി വളരെ കഷ്ടപ്പെട്ട് ആർജിച്ച സമ്പാദ്യങ്ങളൊക്കെയും അദ്ദേഹം വളരെ കരുതലോടുകൂടി എന്നും തൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ട് നടന്ന പാടിയും, ഈ പാടിയിൽ വെച്ച് തന്നെയാണ് കലാഭവൻ മണിയുടെ അന്ത്യമുണ്ടാകുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. മണിയുടെ ഈ പാടിയും അദ്ദേഹം ആശിച്ച് മേടിച്ച പല വാഹനങ്ങളും ഇപ്പോൾ വിൽക്കപ്പെടുന്നു അല്ലെങ്കിൽ വിൽക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഈ നിർമ്മാതാവ് പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ കലാഭവൻ മണിയുടെ കുടുംബത്തിന്റെ അവസ്ഥയും ഇദ്ദേഹം വർണ്ണിക്കുന്നു. കലാഭവൻ മണിയെക്കുറിച്ച് കരളലിയിക്കുന്ന വിശേഷങ്ങൾ തന്നെയാണ് ഇദ്ദേഹം പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ആ വിഷയം എന്താണെന്ന് വെച്ചാൽ കലാഭവൻ മണിയുടെ വിഷയമാണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പല ഇമ്പോർട്ടൻ്റ് മണി മരിക്കാനുണ്ടായ കാരണവും മണി മരിച്ചത് എങ്ങനെയാണെന്നും മണിയുടെ ഇപ്പോഴത്തെ കുടുംബാവസ്ഥ എങ്ങനെയാണെന്നും ബന്ധുക്കളുടെ അവസ്ഥ എങ്ങനെയാണെന്നും അനിയൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നും എല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. പാലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എല്ലാം ഇതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. കലാഭവനിലെ ഒരു ജീവിതം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് സിപ്പ് ചെയ്യാണ്ട് ശ്രദ്ധാപൂർവം കാണും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ചോദിക്കും, കലാഭവൻ മണിയെ കുറിച്ച് ഒരു 2 സെക്കൻഡ് കേട്ടോ. കലാഭവൻ മണിയെ കുറിച്ചിട്ട് ഇത്രയും ആധികാരികമായി പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പരിചയം എന്ന് ചോദിക്കും. ഞാനും തൃശ്ശൂർക്കാരനാണ്, കലാഭവൻ മണി തൃശ്ശൂർക്കാരനാണ്. അതിലുപരി എനിക്ക് കലാഭവനിയായിട്ട് ഒരു വ്യക്തിപരമായുള്ളൊരു ബന്ധമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 15 കൊല്ലം മുമ്പ് ഒരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗുരുവായൂർ കേശവൻ. ആ ഗുരുവായൂർ കേശവനിലെ ടൈറ്റിൽ സോങ് പാടാനായിട്ട് ഗിരീഷ് പൊത്തഞ്ചേരി എഴുതി വിദ്യാധരൻ മാഷ് ഈണട്ട പാട്ട് അത് പാടി അഭിനയിക്കാനായിട്ട് നമ്മൾ ആദ്യം നിശ്ചയിച്ചത് ജയറാമിനെയാണ്. ജയറാമിനെ കിട്ടാണ്ടായപ്പോൾ ജയറാമിനെ വിട്ടിട്ട് നമ്മൾക്ക് അതിൻ്റെ ഡയറക്ടറായ മാർട്ടിൻ ചാലിശ്ശേരി
കലാഭവൻ നല്ല ബന്ധത്തിലാണ്. അങ്ങനെ ഞങ്ങൾ കലാഭവൻ നാട്ടിലെത്തിയിട്ടുണ്ട്, പാടിയിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാനും മാർട്ടിനും അതിലെ ക്യാമറമാനും കൂടിയിട്ട് ഈ നമ്മുടെ കലാഭവൻ കാണാൻ പോകണം. അന്ന് കലാഭവൻ ഗംഭീര തിരക്കാം. തമിഴ്, തെലുങ്ക്, കന്നഡയിൽ എല്ലാ ഭാഷയിലും തിരക്കാം. മലയാളത്തിലേക്ക് കലാഭവൻ കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയാണ്. അത്ര തിരക്കുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് ചെന്ന് പാടിയിൽ ചെന്ന് അവർ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, മാർട്ടിൻ, നീ ആദ്യമായിട്ട് ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അത് സീരിയലായിരിക്കാം. പക്ഷേ ഗുരുവായൂർ അപ്പനെ കുറിച്ചുള്ള ഒരു സീരിയലാണ്. അത് ആനേനെ കുറിച്ചുള്ള ഒരു സീരിയലാണ്. അതുകൊണ്ട് ആ ടൈറ്റിൽ സോങ് ഞാൻ പാടിയോളാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അത് ഒരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് അന്ന് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്കിവിടെ ഒരു പള്ളിയിൽ സാധു കുട്ടികളുടെ കൂടെ ഭക്ഷണം, ഞാൻ അവരെ കൂടി ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അവർക്ക് അന്ന് എല്ലാ ഡ്രസ്സുകളും ഭക്ഷണം എല്ലാം ഞാനാണ് അവിടെ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ അന്ന് നമുക്ക് എന്നെ ഒരു 12 മണിക്ക്, നിങ്ങൾ കാലത്ത് ഞാൻ ലൊക്കേഷനിൽ വരാം, 12 മണിക്ക് സോങ് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ കുട്ടികളെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അന്നാണ് കലാഭവൻ ആരാണ്, കലാഭവൻ സ്വഭാവം എന്താണ്, ഇത്രയും സൗഹൃദനായുള്ള ഒരു മനുഷ്യൻ, വന്ന വഴി മറക്കാത്ത മനുഷ്യൻ, കൂട്ടുകാരെ മാറോട് ചേർത്ത് പഠിക്കുന്ന മനുഷ്യൻ, ഇത്ര തിരക്കുണ്ടായിട്ട് ഈ മാർട്ടിൻ ചാലിശ്ശേരിക്ക് വേണ്ടി ഒരു സീരിയലിൽ ഒരു ടൈറ്റിൽ സോങ് പാടാൻ വേണ്ടി വരാൻ തയ്യാറായുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഞങ്ങളെനിക്ക് ചോദിച്ചു, മണിച്ചേട്ടാ പൈസ എത്രയാണ് വേണ്ടേ? എനിക്ക് ഇതിന് ശരിക്കും പറഞ്ഞാൽ മാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യുമ്പോൾ പൈസ വാങ്ങാൻ എനിക്ക് ഇഷ്ടമല്ല. എന്നിരുന്നാലും ഇത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു തുക എനിക്ക് തന്നോളൂ. അത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ അന്ന് സ്പോൺസർ ചെയ്തുള്ള ആ പള്ളിയിലേക്ക് വേണ്ടിയിട്ടാണ്. അത് ആ പൈസ എത്രയായാലും ഞാൻ ആ പള്ളിയിലേക്കുള്ളതാണെന്ന് പറഞ്ഞു. അത് ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടി അഭിനയിക്കുന്നു. ആ ഗുരുവായൂരപ്പൻ്റെ കാശ് കൊണ്ട് ഞാൻ ഈ പള്ളിയിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അതുപോലെ തന്നെ അവരെ കൂടി നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നു. അത് എനിക്ക് ഏറ്റവും അധികം സന്തോഷമാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് തന്നെ. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ പോയി, ഞങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആ ദിവസത്തിൽ നമ്മളെക്കാളും പെർഫെക്റ്റായിട്ട് ആളുകൾ വിളിച്ചു. ഞാൻ 8 മണിക്ക് ലൊക്കേഷനിൽ വരും, എല്ലാ സെറ്റപ്പും ശരിയാക്കിക്കോളാം. ഞങ്ങളുടെ 3 ആന എല്ലാ കാര്യങ്ങളും സെറ്റാക്കി അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ഷൂട്ടിങ്. ആ അമ്പലത്തിൻ്റെ ചിറക്കൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ ആ ഷൂട്ടിങ്ങും കൃത്യം 8:30 മൂപ്പരെത്തി. ഒരു 4 കാറ് ആൾക്കാരെ വന്ന് മൂപ്പര് സുഹൃത്തുക്കളും മറ്റുള്ള എല്ലാവരും കൂടിയിട്ട് വന്ന് അപ്പം തന്നെ മൂപ്പര് കസവുമുണ്ടും കസത്തൊക്കെ ഇട്ട് ഷൂട്ടിങ് ഒരു 11:30-11:45 മണിക്ക് ഷൂട്ടിങ് കഴിഞ്ഞു. ഷൂട്ടിങ് കഴിഞ്ഞ വഴിക്ക് മൂപ്പർക്ക് ഞങ്ങളൊരു 50,000 രൂപയാണ് അന്ന് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ മേടിക്കുകയാണ്. എന്നാലും ഞങ്ങൾ 50,000 കൊടുത്തു. അദ്ദേഹം ആ കാശ് കൊണ്ട് അപ്പം തന്നെ പള്ളിയിൽ പോയി ആ കാശ് പള്ളിയിലും കൊടുത്തു. ആ കുട്ടികൾ കൂടി ഇന്ന് ഭക്ഷണം കഴിച്ചു. ആ കുട്ടികൾക്ക് അന്നത്തെ ഡ്രസ്സ് മുഴുവൻ സ്പോൺസർ ചെയ്ത ആളാണ്. അതാണ് കലാഭവൻ മണിയുടെ സമ്പാദ്യത്തിൽ ഒരു വലിയ വിഭാഗം സാധു ജനങ്ങൾക്കാണ് പോയിരിക്കുന്നത്. അദ്ദേഹം ലക്ഷങ്ങളും കോടികളൊന്നും കൂട്ടിവെക്കാനായിട്ടല്ല അദ്ദേഹം പരിശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഒരു കോടി ഉണ്ടെങ്കിൽ അതിൽ 50 ലക്ഷം ആള് ഇപ്പോൾ ചാലക്കുടിയിലെ ജനങ്ങൾക്കായാലും അവിടെ ആര് കാണാൻ വന്നു കഴിഞ്ഞാലും അദ്ദേഹം ഏതെങ്കിലും വീട്ടിൽ നാട്ടിൻപുറത്ത് വന്ന കള്ളിമുണ്ട് കൊടുത്ത് ബുള്ളറ്റമ്മ കിടന്ന് കറങ്ങുമ്പോൾ ആരെ കണ്ടാലും കാശ് വാരിയും കോരി എണ്ണാണ്ടെടുത്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ചാലക്കുടി ഉറങ്ങിപ്പോയി, അങ്ങനത്തെ ഒരാളില്ല. ഇദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലൂടെ MLA ആയി നിൽക്കാനൊന്നുമല്ല, ഇദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. സിനിമയാണ് ഇയാളുടെ ജീവിതം. അതാണ് കലാഭവൻ മണി. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു വിഷയം കലാഭവൻ മണി ആരാണ് എന്താണ് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കലാഭവൻ മണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലാഭവൻ മണിയെ വീട്ടുകാരെ അത്രയും അറ്റാച്ച്മെൻറ്റാണ്. കാരണം ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പലരും പറയുന്നുണ്ട് കലാഭവൻ മണിക്ക് ഏറ്റവും ഇഷ്ടം കൂട്ടുകാരിയാണെന്ന്. പക്ഷേ വീട്ടിലെ ഭാര്യ അതുപോലെ തന്നെ ആ മോളും കഴിഞ്ഞിട്ട് അമ്മൂന്ന പേര് അമ്മുകുട്ടിയും കഴിഞ്ഞിട്ട് മാത്രമുള്ള അദ്ദേഹത്തിന് കുട്ടികളെ കഴിഞ്ഞിട്ട് മാത്രമുള്ള അദ്ദേഹത്തിന് കൂട്ടുകാർ. അപ്പോൾ അത് തെറ്റിദ്ധാരണയാണത്. കൂട്ടുകാരോടുള്ള സ്നേഹമാണ്, നാട്ടുകാരോട് സ്നേഹിക്കുന്നുണ്ട്, സിനിമാക്കാരെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ കുടുംബം വിട്ടൊരു കളി കലാഭവൻ മണിയുടെ ജീവിതത്തിൽ ഇന്നവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ കലാഭവൻ മണിക്ക് ഉണ്ടാവുന്ന എന്ത് വിഷമങ്ങളും ഒരിക്കലും ഭാര്യയോട് പറയൂല. കാരണം എന്താണ്, ഭാര്യ വിഷമിക്കരുത്. ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൊരു വലിയൊരു നിധി തന്നെയാണ്. അതുപോലെ തന്നെയാണ് നിമ്മി കലാഭവൻ മണിയെ സ്നേഹിക്കുന്നതും. അവർ ഭയങ്കര കോംബോണ്. അതിൻ്റെ ഇടയിൽ ഉണ്ടാവാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, എന്താ ഉണ്ടായി അവരുടെ ഇടയിൽ എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. എന്നിരുന്നാലും ആ മകളുണ്ടായപ്പോൾ കലാഭവൻ മണിക്ക് വലിയ സന്തോഷമായി. ഇന്നും എനിക്കൊരു ദുഃഖമുണ്ട്. കാരണം എന്താണ്, ആ മകളുണ്ടായിട്ട് ഒരു മകനുണ്ടായില്ലല്ലോ കലാഭവൻ മണിക്ക് എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ട്. പക്ഷെ ആ മകളും ആ ദുഃഖം നമ്മളെ തീർക്കുമെന്ന് വിചാരിക്കാം. ആ മകളും മിമിക്രി കാണിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്,
കലാഭവൻ മണിക്ക് നിങ്ങളൊക്കെ അറിയാത്ത പല കഴിവുകളും ഉണ്ട്. ആള് നന്നായി ചിത്രം വരയ്ക്കും. അതൊന്നും പുറത്ത് കാണിക്കില്ല ആളതൊക്കെ വീടിൻ്റെ ഉള്ളിലാണ് ആളുടെ എല്ലാ കസർത്തുകളും. ഈ ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന ഒഴിവ് സമയങ്ങളിൽ മുഴുവൻ വീടിൻ്റെ ഉള്ളിൽ പാട്ട് കേൾക്കല മൂപ്പര പണി. ഹിന്ദി പാട്ട് മൂപ്പർക്ക് തീരെ ഇഷ്ടമില്ല. ഹിന്ദി പാട്ടെന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഹിന്ദിയിൽ മൂപ്പര് പഠിച്ചിട്ട് ഒരു രക്ഷയില്ലാണ്ട് ഉള്ളൊരു ലാംഗ്വേജാണ്. അതുപോലെ തന്നെ മൂപ്പര് 10ാം ക്ലാസ്സിൽ കോപ്പി അടിച്ചിട്ട് പോലും മൂപ്പര് ജയിച്ചില്ല. അപ്പം മകളെ വിളിച്ചിരുന്നിട്ട് പറയും, മോളെ അച്ഛൻ ഇതുപോലെ കോപ്പി അടിച്ചു എന്നിട്ട് പോലും 10ാം ക്ലാസ് കടക്കാൻ പറ്റിയില്ല. ഇപ്പം എഴുതണമെന്നുണ്ട്, പക്ഷെ അത് ഇപ്പം എഴുതാൻ സമയമില്ല. അതുകൊണ്ട് മോള് നന്നായി പഠിക്കണം. പഠിച്ചിട്ട് മോളൊരു ഡോക്ടറാവണം. ഡോക്ടറായിട്ട് മോൾക്ക് ഞാൻ ചാലക്കുടിയിൽ ഒരു ഹോസ്പിറ്റൽ ഇട്ട് തരും. അവിടുത്തെ ഡോക്ടറാവണം. അവിടുത്തെ ഡോക്ടറായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആര് വെറുതെ ചികിത്സയ്ക്ക് വന്നാലും പാവങ്ങൾക്കെല്ലാം വെറുതെ ആയിരിക്കേണ്ട ചികിത്സ, അതിനെയാണ് നീ മുൻതൂക്കം കൊടുക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് നോക്ക്. ഇപ്പം ആ മോള് പഠിച്ചുകൊണ്ടിരിക്കുക, പഠന ആവശ്യത്തിനായിട്ട്. ഇപ്പോൾ കലാഭവനിയുടെ വീട്ടിൽ അവർ താമസമില്ലാന്നാണ് തോന്നുന്നത്. അവരിപ്പോൾ ഈ കുട്ടിയുടെ പഠനാവശ്യത്തിനായിട്ട് പുറത്ത് അച്ഛൻ്റെ വാക്ക് അതേപോലെ അംഗീകരിച്ച് ഒരു ഡോക്ടർ ആവാനുള്ള ശ്രമത്തിലാണ് ആ കുട്ടി. അതുപോലെ തന്നെ ആ കുട്ടി ചെറുപ്പത്തിൽ തന്നെ ഈ നമ്മുടെ മണി കാണാതെ മണിയുടെ കാസറ്റ് എടുത്തിട്ടിട്ട് മിമിക്രി പറഞ്ഞു പഠിച്ചു. ഇതൊരു ദിവസം മണി കണ്ടെത്തിയിട്ട് പറഞ്ഞു, ആഹാ അപ്പോൾ നീ മിമിക്രിയും പഠിച്ചു അല്ലേ, ഒരു കാര്യം ചെയ്യ്, എന്നെ നീ ഒന്ന് മിമിക്രി കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് മിമിക്രി പറഞ്ഞു. എന്നിട്ടപ്പോൾ ആ കുട്ടി കലാഭവൻ മണി ചിരിക്കുന്ന അതേപോലെ ചിരിച്ച് അതുപോലെ മമ്മൂട്ടി മോഹൻലാലിലേക്ക് കാണിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും അധികം സന്തോഷിച്ചതും ഏറ്റവും അധികം ചിരിച്ചതും ഈ കലാഭവൻ മണീനെ. അപ്പോൾ അത്രയും അച്ഛൻ്റെ കഴിവുകൾ ഒരു വിധമൊക്കെ അതേപോലെ പകർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കുട്ടീനത്. ഈ കലാഭവൻ മണി മരിക്കുമ്പോൾ SSLC പരീക്ഷ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് കലാഭവൻ മണി മരിക്കുന്നത്. ആ സമയത്ത് ഇനിയിപ്പോൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എന്താവും, തോൽക്കോ ജയിക്കോ ഒന്നും അറിയില്ല. അച്ഛൻ മരിച്ചിട്ടും അച്ഛനോട് ആ വാക്ക് പറഞ്ഞത്, അച്ഛൻ ജയിക്കാത്ത ആ SSLC പരീക്ഷ വളരെയധികം മാർക്കോട് കൂടിയിട്ട് ആ കുട്ടി പാസ്സായി. അപ്പോൾ അതെന്താണ്, അച്ഛനോടുള്ള വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടി ഇപ്പോഴും നേരം വെളുത്തു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് വന്നിട്ട് അച്ഛൻ്റെ ആ സ്മൃതി മണ്ഡപത്തിൽ ഒരു വിളക്ക് വെച്ച് തൊഴുത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ചന്ദനത്തിരി കൊണ്ടുവന്ന് കത്തിച്ചേക്കും രാത്രി. ആ ചന്ദനത്തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സന്തോഷമുള്ള, അത് ദിനം ശരി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ സ്മൃതി മണ്ഡപത്തിൽ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കാറ്റ് വരുന്ന പറയണത്. ആ കാറ്റ് വരുമ്പോൾ കലാഭവൻ മണിയുടെ ഒരു മണ വരുന്നത്. കലാഭവൻ മണിക്ക് സ്പ്രേ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ആൾ സ്പ്രേ അടിച്ചിട്ടാൽ നടക്കുള്ളൂ. ആ കാറ്റിന് പോലും ആ കലാഭവൻ മണിയുടെ മണമെന്നാ പറയണത്. ആ കുട്ടി അതുപോലെ തന്നെ ആകാശത്ത് നോക്കിക്കുമ്പോൾ അമ്മോട് ചോദിക്കും, അമ്മേ നമ്മൾ മരിച്ചു പോയുള്ളവരൊക്കെ ആകാശത്ത് നക്ഷത്രമായിട്ട് വരും, ഇതിലേത് നക്ഷത്ര അമ്മ എൻ്റെ അച്ഛൻ്റെ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ കരയും. ബന്ധുക്കളോടും ചോദിക്കും. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ഇത് നോക്കി, അച്ഛൻ ആ വീട്ടിലുണ്ട്, അച്ഛൻ എല്ലായിടത്തും ആ വീട്ടിൽ ചിരിച്ച് ഇപ്പോഴും നടക്കുന്നുണ്ട്. അച്ഛൻ എവിടേക്കോ പോയിക്കണു, ലൊക്കേഷനിലേക്ക് ഷൂട്ടിങ്ങിന് പോയിക്കണു. ഷൂട്ടിങ്ങിന് പോയി അച്ഛൻ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും. അതുപോലെ തന്നെ ആ കുട്ടിയുടെ റൂമിൽ മുഴുവൻ കലാഭവൻ മണി ചിരിച്ചിരിക്കുന്ന ഫോട്ടോസുകളാണ്. നേരം എടുത്തിട്ട് കലാഭവൻ മണി ചിരിച്ചിരിക്കുന്ന ഫോട്ടോസുകൾ കണ്ടിട്ട് ആ കുട്ടി ഉണരുന്നത് തന്നെ. അപ്പോൾ എന്താണ്, രാത്രിയിൽ കലാഭവൻ മണി വിളിക്കുന്ന പോലെയുള്ള ശബ്ദങ്ങൾ അവർക്ക് കേൾക്കാം. സ്വപ്നമായിരിക്കാം. പല സ്വപ്നങ്ങളിലും ഇതുപോലെ തന്നെ കലാഭവൻ മണി വന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ കലാഭവൻ മണി നല്ലൊരു പാചകക്കാരനാണ്. വീട്ടിൽ ആരും എന്ത് വിശേഷത്തിന് വന്നു കഴിഞ്ഞാലും മൂപ്പരാണ് പാചകം ചെയ്യുക. മൂപ്പര കറികളൊക്കെ അടിപൊളി, ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ആരും മറക്കില്ല എന്ന് പറയുന്നത്. ഈ മോളെന്നെ പറയുന്നുണ്ട്, അച്ഛൻ ഒരു മാങ്ങാക്കറി വയ്ക്കും, മാങ്ങയൊക്കെ ഇട്ടുള്ള ഒരു കറിന്, പക്ഷെ ആ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പറ ചോറുണ്ടാന്ന് പറയുന്നത്. അത്ര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ഭാര്യയും മോളും കുടുംബക്കാരെല്ലാവരും കൂടിയിട്ടാണ് വല്ലപ്പോഴും മൂപ്പര് ടൂറിന് കൊണ്ടുപോവുക. ആ ടൂറിന് കൊണ്ട് ഒറ്റയ്ക്ക് പോണ പരിപാടിയില്ല, മൂപ്പർക്ക് എല്ലാവരും കൂടി കൊണ്ടുപോയാലാണ് സന്തോഷമുള്ളൂ. ഇവർ ഇതുപോലെ തന്നെ മുത്തങ്ങയിലേക്ക് ഇതുപോലെ തന്നെ ഒരു ടൂറിന് പോയി എല്ലാവരും കൂടിയിട്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ പുലിയുണ്ട്, കടുവയുണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കലാഭവൻ മണി വലിയ റിസോർട്ടിൽ താമസിച്ചു. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് പുലി വരുമ്പോൾ നേരിട്ട് കാണാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അന്നൊക്കെ ഭയങ്കര തമാശയും അതുപോലെ തന്നെ പുലിയുടെ ശബ്ദം അകലിൽ നിന്ന് കേട്ടോടുകൂടി മൂപ്പര് വേഗം വാതിലടച്ചു. അപ്പോൾ എന്താ അച്ഛന് പേടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്താ വാതിലടച്ചേ? എനിക്ക് പേടിയില്ല, പക്ഷെ എൻ്റെ മോളും എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്, ഞാൻ രക്ഷപ്പെട്ട, എന്നെ പുലി പിടിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കഥ കടച്ചത്. അപ്പോൾ ഇതൊക്കെ ആ കുട്ടികൾക്ക് ഓർമ്മയുണ്ട്. ഈ കലാഭവൻ മണി ഇല്ലാണ്ട് ആ നിമ്മി എന്ന് പറഞ്ഞ ഭാര്യ ആ വീടിൻ്റെ പുറത്തിറങ്ങിയിട്ടില്ല. കലാഭവൻ മണി മരിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിട്ടില്ല.
ആ ഒരു ഏകാഗ്രതയിൽ അവരുടെ ആ ലോകത്ത് ഇപ്പോഴും കലാഭവൻ മണിയുടെ ആത്മാവ് അവർ രണ്ടുപേരും സംരക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോഴും ആത്മാവ് അവിടെ നിന്ന് വിട്ടു പോയിട്ടില്ല. ആ കുട്ടി പറയുന്നുണ്ട്, ആ സ്മൃതി മണ്ഡപത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പാമ്പുങ്കാവുണ്ടാന്ന് പറയുന്നത്. അത് ആ കുറേ നാൾ മണ്ണിൽ വന്ന് മൂടി കിടക്കാറുണ്ട്. പിന്നെ അത് തെളിഞ്ഞ് വന്നു. അപ്പോൾ എന്തുണ്ടായി? കലാഭവൻ മണി അവിടെ വെട്ടി തെളിച്ച് നല്ലൊരു പാമ്പുങ്കാവാക്കി. അവിടുന്ന് പാമ്പ് മേക്കാട്ടിൽ നിന്ന് തിരുമേനിയെ കൊണ്ടുവന്ന് അവിടെ എല്ലാ പൂജയും വിളക്കും എല്ലാം ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞ കറ കളഞ്ഞ ഒരു ഭക്തനാണ്. ശബരിമലയിലായാലും ഗുരുവായൂരപ്പനായാലും എല്ലാവരും ഭയങ്കര എല്ലാ വിഭാഗം ദൈവങ്ങളെയും മൂപ്പര് ആരാധിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഒരാൾ പറഞ്ഞു, ഇപ്പോൾ ഈ ചാലക്കുടി കലാഭവൻ മണിയില്ലാത്ത ചാലക്കുടി ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്ന പോലെയാണെന്ന് പറയും. അപ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ പല കലാഭവൻ മണി അതുണ്ടെങ്കിൽ അപ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചിരിക്കുന്നതും കലാഭവൻ മണി തന്നെയായിരിക്കും. അതിപ്പോൾ സത്യമാണ്. കലാഭവൻ മണി ഇപ്പോൾ അവിടെ ഇല്ല, ഉറങ്ങിയ പോലെയായി. അവിടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഓരോ കൊല്ലത്തിൽ എത്ര ഉത്സവങ്ങളാണ് മുമ്പിൽ നിന്ന് നടത്തുന്നത് അറിയാം. ഒരു താലം പോണ്ട് ഒരു അമ്പലത്തിലേക്ക്, അത് മണിത്താലം എന്ന പേര് തന്നെ. അത്ര ആഘോഷമായിട്ടാണ് പോണത്. ഇപ്പം അവർ കൂട്ടുകാരതിനൊന്നും സഹകരിക്കുന്നില്ല. കാരണം എന്താണ്? മണിയില്ലാണ്ട് എന്ത് താലം, എന്ത് ഉത്സവം? ഏത് ഉത്സവത്തിനും മൂപ്പര് കള്ളിമൊണ്ട് കൊടുത്ത് തലയിൽ കെട്ടും കെട്ടി മൂപ്പര ഡാൻസ് ചെയ്യാനും കാവടിക്ക് കൊട്ടിനയച്ചാൽ അതിന് ഡാൻസ് ചെയ്യാനും അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു ഹരണത്. അത് കാണാനും ഇതിനൊക്കെ പറയുമ്പോൾ എത്ര ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കലാകാരനാന്ന് നോക്ക്. ഈ നാടൻ പാട്ടുകൾ കലാഭവൻ മണിനെ വെല്ലാനായിട്ട് ഇന്ന് ആരെങ്കിലും ഉണ്ടായിട്ടില്ല. കലാഭവൻ മണിയുടെ പാട്ടുകൾ ഇനി ഒരു 30 കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത ഇതിനെ കേൾക്കാനായിട്ട്. ഇന്നുള്ള നാടൻ പാട്ടുകളൊന്നും പാട്ടേ അല്ല നമുക്ക് തോന്നുന്നത്. നാടൻ പാട്ടിനോട് നമുക്ക് കലാഭവൻ മണി പോയതോട് കൂടിയിട്ട് നമുക്ക് വെറുപ്പായി. അതുപോലെ തന്നെയാണ് കലാഭവൻ മണിയുടെ ജീവിതവും. കലാഭവൻ മണി ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചത്. അവിടെ എത്ര കാശുണ്ടെങ്കിലും എപ്പോൾ കയ്യിൽ കാശുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു പൈസ ഒരു അമ്മേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാശൊക്കെ എടുത്ത് കൊടുക്കും. പല ആൾക്കാരും കാസർഗോഡ് കന്യാകുമാരിയിൽ നിന്ന് ഇവിടെ കാണാൻ വന്നിട്ട് പല സഹായങ്ങളും പല ഓപ്പറേഷനുകളും അതുപോലെ തന്നെ പല ആശുപത്രി ചെലവുകളും ഒക്കെ കലാഭവൻ മണി ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും ജനങ്ങളെ അറിയിച്ച് ചെയ്യുന്നത് മൂപ്പർക്ക് ഇഷ്ടമല്ല. ഇന്നുള്ള പല നടന്മാരും വന്ന വഴി മറന്ന ആൾക്കാരാണ്. ഒരിക്കലും വന്ന വഴി മറക്കാത്ത ഒരു നടനുണ്ടെങ്കിൽ അത് കലാഭവൻ മണി മാത്രമല്ല. തൃശ്ശൂർ അതിനിടയിൽ ഒരു ഈ കലാഭവൻ മണിയുടെ ആദ്യ കാലത്ത് ഒരു കാര്യം ഉണ്ടായി. ഒരു സിനിമ കത്തി എന്ന് പറഞ്ഞൊരു പടത്തിൽ മൂപ്പർക്ക് ഒരു ചെറിയ വേഷമുണ്ട്. ആ വേഷം അഭിനയിക്കാനായിട്ട് മൂപ്പര് ഒരു ദിവസം മുമ്പ് ഇവിടെ തൃശ്ശൂർ വന്നിട്ട് വലിയ ഹോട്ടലിലാണ് താമസം. അവരെല്ലാവരും എലൈറ്റിലാണ് താമസം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് നാളെ ഷൂട്ടിങ്ങുള്ളോ, നിങ്ങൾ നാളെ വന്നാൽ മതി, നിങ്ങൾക്ക് ഇവിടെ റൂമോ രാത്രി ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അപ്പോൾ കലാഭവൻ മണി പറഞ്ഞു, ഞാൻ പോണില്ല, ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അപ്പം എന്താ മൂപ്പരെന്താ ഉണ്ടായേ? അവിടെ ഒരു കോസ്റ്റ്യൂം തയ്ക്കാൻ ഒരു റൂമുണ്ട്. ആ റൂമിൻ്റെ ഉള്ളിൽ ആ കോസ്റ്റ്യൂം തയ്ക്കുന്ന ആളോട് സംസാരിച്ച് ആ കോസ്റ്റ്യൂം തയ്ച്ച് അവിടെ കംപ്ലീറ്റ് വേസ്റ്റുകൾ കിടക്കുക. ആ വേസ്റ്റിൻ്റെ ഉള്ളിൽ അന്ന് ചുരുണ്ട് കൂടിയിട്ട് അവിടെ കിടന്നുറങ്ങിയ ആൾ. ഒരു റൂം കിട്ടിയില്ല, ഒരു ഭക്ഷണം കിട്ടിയില്ല. ഇപ്പോൾ 10 പൈസ വലിയ പൈസയൊന്നും കൊണ്ട് നടക്കുന്ന ആളൊന്നല്ല. അതിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കൂടി കിടക്കുന്ന പറയുന്നത്. ആ കോസ്റ്റ്യൂം ഡിസൈൻ ഇദ്ദേഹം വലിയ നടനായി കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് കലാഭവൻ മണി കണ്ടപ്പോൾ ചോദിച്ചു, ഒരു ദിവസം എന്നോട് വന്ന് നീ പറഞ്ഞു എനിക്ക് ഇന്ന് രാത്രി ഇവിടെ റൂമില്ല, എനിക്ക് കിടക്കാൻ ഒരു സ്ഥലം തരുമെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്ഥലമില്ല, എനിക്ക് വേസ്റ്റായി കിടക്കില്ല, ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കൂടി കിടക്കുന്ന കലാഭവൻ മണീനെ അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ട്. അതാണ് ഒരു വന്ന വഴി മറക്കാത്ത ഒരു നടൻ എന്ന് പറഞ്ഞാൽ. ഇന്നുള്ളവർ മുഴുവൻ അവരെല്ലാം ആട്ടുതൊട്ടിൽ ആടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നത് തന്നെ. വലിയ കഷ്ടപ്പെട്ട് വന്ന നടന്മാരൊന്നല്ല ഇപ്പം ഇന്നത്തെ കാലത്തുള്ളവരൊക്കെ. കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഒരു ദരിദ്രനായിരുന്നു. ആ ദരിദ്രനായിട്ട് എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറി ഒരു ജനതയെ മൊത്തം കയ്യിലെടുത്ത. ഇവിടെ മാത്രമല്ല തമിഴ്നാട്ടിലായാലും ചെന്ന സ്ഥലങ്ങളെല്ലാം കാല് കുത്തിയോർത്തൊക്കെ പൊന്നാക്കി മാറ്റിയൊരു നടനാണ് കലാഭവൻ മണി. അപ്പോൾ ആ ഒരു കലാഭവൻ മണീനെ ഈ അമ്മയും മോളും എന്നാ മറക്കാൻ പറ്റുക? അവർക്ക് എന്നും കണ്ണിൽ കണ്ണീര് തന്നെയാണ്. ദൈവം പറയും നമ്മൾക്ക് പല സംഭവങ്ങളും പല കാര്യങ്ങളും ആര് മരിച്ചാലും 10 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ വിഷമം മാറുന്നു. പക്ഷേ കലാഭവൻ മണിയുടെ വിഷമം മാറാൻ, കലാഭവൻ മണി മരിച്ച വിഷമം മാറാൻ ഈ അമ്മയ്ക്കും മകൾക്കും സാധിക്കില്ല, ചാലക്കുടിക്കാർക്കും സാധിക്കില്ല, കേരളത്തിലും കലാഭവൻ മണിയെ സ്നേഹിക്കുന്ന ആർക്കും സാധിക്കില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയാം. അപ്പം അതിന് പല കാരണങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരെ സ്നേഹിക്കുന്ന കാര്യത്തിലും ഇപ്പം നമുക്ക് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വിഷയം കടക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാഭവൻ മണി എങ്ങനെ മരിച്ചു, അതാണ് ഇവിടെ ചോദ്യം. അതിന് ആരാണ് ഉത്തരവാദി?
അതാണ് നമ്മുടെ ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. ഇപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. കലാഭവൻ മണിയുടെ പാടി നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിൽ ആകെ നശിച്ചു. അവിടെ ഉണ്ടാവുന്ന ആ വീട് നശിച്ചു, ആ പറമ്പ് നശിച്ചു, എല്ലാം ആ താറുമാറായിട്ട് കിടക്കുക. അവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ആൾക്കാർ മദ്യപിക്കാനും അതുപോലെ തന്നെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന അനാശാസ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുക. ആ സ്ഥലത്തിന് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊക്കെ നിർത്തണം. കലാഭവൻ മണിയുടെ സ്ഥലത്ത് ഇങ്ങനെയുള്ള യാതൊരു സാമൂഹിക പ്രവർത്തനം ഇങ്ങനെ നടത്താൻ പാടില്ല. ഇത് തെറ്റാണ്. നമുക്ക് അത്രയധികം പുണ്യമായുള്ള നമുക്ക് ഒരു കലാകാരൻ ജനിച്ച് കൂടുതൽ സമയം ഇരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇത്തരം ഈ സാമൂഹ്യ വിരുദ്ധര് വിളയാടാൻ പാടില്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരൊന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും എന്ന് ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയണതെന്ന് മാത്രം. ബാക്കി കാര്യങ്ങൾ വേറെ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിച്ചു മാത്രം. എന്തായാലും നമുക്ക് അടുത്ത വിഷയത്തിൽ കിടക്കാം. കലാഭവൻ മണി കല്യാണം എടുക്കാം. കലാഭവൻ മണി ഒരുപാട് സ്ത്രീകളെ കല്യാണം കഴിക്കാനായിട്ട് കുറേ അന്വേഷിച്ച് നടന്നു. അന്നത്തെ കാലത്ത് ഈ സിനിമാ നടൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കല്യാണങ്ങൾക്ക് പെണ്ണ് കിട്ടാൻ ഒത്തിരി പണിയാണ്. പോരാത്തിന് ഒരു പറയ കുടുംബമായ കാരണം പറയന്മാരാണ്. ആ പറയ കുടുംബത്തിൽ അങ്ങനെ അത്ര നല്ല സ്ത്രീകളോ അങ്ങനെ അധികം ആ ജാതിക്കാർ അധികം ആൾക്കാരില്ല. ഇവര് ജാതിക്കാർ അധികം ഉള്ളത് വയനാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു നായർ തറവാട്ടിലൊരു പെൺകുട്ടീനെ കല്യാണം കഴിക്കാനായിട്ട് ശരിയായി വന്നത്. ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പേരാണ് സുധാകരൻ. അപ്പോൾ ഇയാൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ദരിദ്രനാണ്. ഇയാൾ ഒരു പൊക്കീന്. ഇയാൾ ദരിദ്രനാണ്. ഇത് നമ്മുടെ ഈ കലാഭവൻ മണിയുടെ കാശ് കണ്ടുകൊണ്ട് മാത്രം, കലാഭവൻ മണിയുടെ ലക്ഷങ്ങളും കോടികളും വസ്തുക്കളും അവിടെയൊക്കെ സ്ഥലങ്ങൾ മേടിച്ചിടുന്നത് ഇത് കണ്ടുകൊണ്ട് മാത്രമാണ്, കാശ് കണ്ടുകൊണ്ട് മാത്രമാണ് അയാളുടെ മോളെ നമ്മുടെ കലാഭവൻ മണിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു പറയ കുടുംബത്തിൽ ഒരു നായർ തറവാട്ടിലെ കുട്ടീനെ പറഞ്ഞയക്കില്ല. ഇയാളുടെ കാശിനുള്ള അതിബുദ്ധി, അതുപോലെ തന്നെ കുറുക്കൻ്റെ ബുദ്ധി, അതുപോലെ തന്നെ അട്ടയുടെ കണ്ണ് കണ്ടവൻ എന്ന് പറയും. അതേപോലെയുള്ള ആളാണ് ഈ സുധാകരൻ. ഈ സുധാകരനെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഈ സുധാകരനെ കുറിച്ചിട്ടും ഈ പറയുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടും എല്ലാം ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കലാഭവൻ മണിയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അദ്ദേഹത്തിൻ്റെ പേരാണ് നമ്മുടെ ബിജു നെല്ലങ്കര എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആ സമയത്ത് ഇറങ്ങിയുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാ വിശേഷങ്ങളും അതിൽ കാണാം. ഇദ്ദേഹമാണ് കലാഭവൻ മണിയുടെ കാലൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്? കലാഭവൻ മണിക്ക് കല്യാണം കഴിച്ചു കൊടുത്തോട് കൂടിയിട്ട് ഇപ്പോൾ കലാഭവൻ മണി കോടീശ്വരനല്ലേ, ലക്ഷങ്ങളുള്ള ആളല്ലേ. കലാഭവൻ മണി സാധാരണക്കാരനായിട്ട് നാട്ടിൽ നടക്കുക. പക്ഷെ ഈ ഭാര്യപിതാവായ സുധാകരൻ എങ്ങനെ നടക്കുക? ഗുരുവായൂർ കേശവനായിട്ട് നടക്കുന്നത്. തല പൊക്കി എൻ്റെ മരുവാൻ കലാഭവൻ മണിന് കോടീശ്വരന്, അതുപോലെ തന്നെ ഒരു മുറിവീടിക്ക് കാര്യമില്ലാണ്ട് തെണ്ടി നടന്നു പറഞ്ഞ വ്യക്തിയാണ് ഈ കലാഭവൻ മണി. മോളെ കല്യാണം കഴിച്ചതോടുകൂടി ആളുടെ സ്വഭാവം മാറി, ആളുടെ വിഷയം മാറി, ആള് കോടീശ്വരന്റെ പോലെ പിന്നെ പെരുമാറുന്നത് മുഴുവൻ. അപ്പൊ അങ്ങനെ പെരുമാറി എന്തുണ്ടായി? കലാഭവൻ മണിയുടെ കലാഭവൻ മണി ഇഷ്ടം പോലെ കാശ് കൊടുക്കുന്നുണ്ട്, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. കാശില്ലാത്തൊരു കുടുംബത്തിനെ കരകയറ്റി കൊണ്ടുവന്നതും അവിടെയൊക്കെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതും ഒക്കെ കലാഭവൻ മണിയാണ്. വയറ് നിറച്ച് എല്ലാം കൊടുക്കുന്നത്, കാശായാലും ഭക്ഷണമായാലും എല്ലാം കൊടുത്ത് അവരും നാട്ടുകാരെ നോക്കുന്ന പോലെ തന്നെ ഭാര്യപിതാവിനെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇയാളുടെ മനസ്സിൽ വിഷം ഉണ്ടായിരുന്നു. ഇയാൾ എന്തുണ്ടായി? മകളുടെ ശരീരത്തിലേക്ക് വിഷം കുത്തിവെച്ചു. നീ ഒരു കാര്യം കേൾക്കണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അനുഭവിക്കേണ്ട സ്വത്താണ് ഈ നാട്ടുകാർ മുഴുവൻ അനുഭവിക്കുന്നത്. നിനക്ക് സ്വന്തമായിട്ട് ഈ കുറച്ച് കഴിയുമ്പോൾ ഈ 10 രൂപ നിനക്ക് ഉണ്ടായില്ല, ഇവ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇവ ഈ നാട്ടുകാർക്കുള്ള കാശ് മുഴുവൻ സഹായിക്കുന്ന, ഉത്സവങ്ങൾ നടത്തുന്ന, കമ്മ്യൂണിറ്റി ഹാൾ പണിയുന്ന, അതുപോലെ തന്നെ പള്ളിയിലേക്ക് സംഭാവന കൊടുക്കുന്ന, അമ്പലത്തിലേക്ക് സംഭാവന കൊടുക്കുന്ന, ഒരു കാലത്തൊട്ട് വൈകുന്നേരം വരെ ലക്ഷക്കണക്കിന് രൂപ വീട്ടിൽ വരുന്നവർക്ക് ഓരോ ചികിത്സയ്ക്കായിട്ട് കൊടുക്കണം. ഇങ്ങനെ പോയി അത് എവിടെ കൊണ്ടെത്തും? ഇവൻ എത്ര നാൾ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഇപ്പം ഈ കിട്ടുന്ന കാശൊക്കെ പോയി കഴിഞ്ഞ് ഈ കാശൊക്കെ ഇങ്ങനെ നശിച്ചു പോയി ഇവന് സിനിമ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇവൻ പണ്ടത്തെ പോലെ ഓട്ടോറിക്ഷയും കൊണ്ട് ചാലക്കുടിയിൽ ചെന്ന് കിടക്കേണ്ട ഗതികേട് വരും. അപ്പം അതുകൊണ്ട് നീ അവനെ നിയന്ത്രിക്കണം. അവൻ ഒരു ആൾക്ക് പോലും, ഒരു സാധുക്കൾക്ക് പോലും 10 രൂപ സഹായിക്കാൻ പാടില്ല. കിട്ടുന്ന കാശ് മുഴുവൻ നീ വാങ്ങിച്ച് നീ സൂക്ഷിക്കണം. നീ കുറെ എനിക്കും തന്നോ, ഞാനും എടുത്തോളാം. നമുക്ക് എവിടെയെങ്കിലൊക്കെ സ്ഥലങ്ങൾ മേടിച്ചിട്ട് സ്വർണങ്ങൾ മേടിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്താം നമുക്ക്. അല്ലാണ്ട് നീ ഒരിക്കലും ഇവന് വേണ്ടിയിട്ട് നീ കൂട്ടു നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ആ ഭാര്യ പറഞ്ഞെന്താ, നിമ്മി പറഞ്ഞെന്താ, അത് ചേട്ടൻ്റെ ഇഷ്ടമാണ്.
നമുക്കൊരാൾക്ക് 10 രൂപ കൊടുത്താൽ ദൈവം നമുക്ക് 20 രൂപ തരും. ചേട്ടന് ഇഷ്ടമുള്ളത് ചേട്ടൻ ചെയ്യട്ടെ. ഇനിയിപ്പോൾ ചേട്ടൻ നാളെ ദരിദ്രനായാലും അവിടെ ഞാനൊരു ചെറിയൊരു ചമ്മന്തിയും ഒരു തിരി കഞ്ഞി കിട്ടി കഴിഞ്ഞാൽ ചേട്ടൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. കലാഭവൻ മണിയുടെ സ്നേഹം അറിഞ്ഞ ഭാര്യനത്. അതുകൊണ്ടാണ് അച്ഛനോട് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ ഒരു സംഭവം തന്നെ എന്നും ഇതുപോലെ തന്നെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏതോ ഒരു സമയത്ത് നിമ്മിയുടെ മനസ്സിൽ എന്തോ ഒരു ചെറിയൊരു വഴക്ക് തോന്നി, ആ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ കലാഭവൻ മണി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ സുധാകരൻ വന്നിട്ട് ചോദിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, എന്താ പറയാ, നീ പറയാനല്ലടാ, നിനക്ക് ഞാൻ എൻ്റെ മോളെ ഞാൻ നിനക്ക് തന്നില്ലേ, നാട്ടിൽ നിനക്ക് ഏതെങ്കിലും പെണ്ണിന് കിട്ടുമായിരുന്നോ, നിനക്ക് എൻ്റെ മോളെ തന്നില്ലേ, ഞങ്ങൾ ഇത്ര ഉയർന്ന ജാതിക്കാരല്ലേ, എന്നിട്ട് എൻ്റെ മോളെ നിനക്ക് കല്യാണം കഴിച്ചു തന്നു, എന്നിട്ട് നീ എന്താ ചെയ്യണത്? നിന്റെ സമ്പാദ്യം മുഴുവൻ നീ നാട്ടുകാർക്ക് വിതരണം ചെയ്യുക. ഇതിവിടെ നടക്കില്ല. ഈ പൈസ മുഴുവൻ നീ ഇങ്ങനെ നാട്ടുകാർക്ക് വിതരണം ചെയ്യാനും നാട്ടുകാർക്ക് സമ്പത്ത് നോക്കി കഴിഞ്ഞാൽ നിന്റെ സമ്പത്ത് ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇതിന് ഞാൻ സമ്മതിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് ഭാര്യപിതാവായിട്ട് കലാഭവൻ മണി ഒരുപാട് വഴക്കുണ്ടായിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മരണസമയങ്ങളിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പാടിയിൽ സ്ഥിര താമസമാക്കാനും ഈ സുധാകരൻ്റെ ശല്യം കൊണ്ടോ, അല്ലാണ്ട് ഭാര്യയുടെ ശല്യം കൊണ്ടോ, മകളുടെ ശല്യം കൊണ്ടോ, വേറെ വഴക്ക് കൊണ്ടോ, അനിയനോടായുള്ള വഴക്ക് കൊണ്ടോ, കുടുംബക്കാരായുള്ള വഴക്ക് കൊണ്ടോ ഒന്നുമല്ല. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലാഭവൻ മണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറഞ്ഞ ഈ സുധാകരനാണ്, ഭാര്യ പിതാവ്. അദ്ദേഹത്തോട് വഴക്ക് കൂടണ്ട, അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൈ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചത്തുപോകും. അപ്പോൾ അതിന് വേണ്ട എന്ന് വിചാരിച്ച് വഴക്ക് ഒഴിവാവാൻ വേണ്ടിയിട്ട് അയാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കലാഭവൻ മണി വീട്ടിൽ നിൽക്കില്ല, എത്രയും പെട്ടെന്ന് പാടിയിൽ വരും. കൂട്ടുകാരായിട്ട് ഈ മനസ്സിൻ്റെ വിഷമം നമുക്കറിയണം. നമ്മുടെ ജാതി പേര് പറഞ്ഞിട്ട് ഒരാൾ കളിയാക്കുക, നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് നമ്മളെ കൊച്ചാക്കുക, ഇത്രയും വലിയൊരു കലാകാരനെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും വിഷമം ഉണ്ടാവില്ലേ? ആ ഒരു വിഷമത്തിൻ്റെ മുകളിലാണ് കലാഭവൻ മണി മദ്യപാനം തുടങ്ങിയത്. മദ്യപാനം തുടങ്ങിയത് കൂട്ടുകാരായിട്ടിരുന്ന് കുറേ വർത്തമാനങ്ങൾ പറയുമ്പോഴും സല്ലപിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വേദന കുറേ മറക്കണം. അങ്ങനെയാണ് മദ്യപാനിയായത്. ഈ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒരു ലിവർ സിറോസിസ് വന്നാലൊന്നും ഒറ്റ ആൾ കൊണ്ടും ലിവറിൻ്റെ പ്രശ്നം കൊണ്ടൊന്നും ഒറ്റ പ്രാവശ്യം ഛർദ്ദിച്ചാലൊന്നും പെട്ടെന്നൊന്നും ആരും മരിക്കില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ് ലിവർ വന്ന് ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് കഴിഞ്ഞ് തേർഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്ര നാൾ തേർഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ബാല ലിവർ മാറ്റി വെച്ചത്. ഇപ്പോഴും ബാല ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്നില്ലല്ലോ. അപ്പോൾ തേർഡ് സ്റ്റേജിലും നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ലിവർ മാറ്റി വയ്ക്കാനും നമുക്ക് കൂടുതൽ കാലം ജീവിക്കാനും പറ്റും. പക്ഷേ ഈ നിമ്മി തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ ഇങ്ങനെ ലിവറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല, എൻ്റെ മോളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങളെ കുടുംബക്കാർക്ക് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കലാഭവൻ മണിക്ക് അങ്ങനെ ലിവറിൻ്റെ ഒരു ഫാറ്റ് ലിവർ വന്നാൽ നമുക്ക് ഒരു ലക്ഷണം കാണിക്കില്ല. സെക്കൻഡ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ഒരു ഇതും കാണിക്കില്ല. പക്ഷെ തേർഡ് സ്റ്റേജ് ആയാൽ മാത്രമാണ് അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് ഓരോന്ന് വരുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഇതെന്ന രോഗം എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പൈസയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിഷ്പ്രയാസം ഒരു ലിവറിൻ്റെ ഒരു കഷ്ണം ഉണ്ടായാൽ മതി ആൾക്കാർക്ക് ജീവിക്കാനായിട്ട്. ലിവർ എന്ന് പറഞ്ഞാൽ വീണ്ടും വികസിച്ച് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കഷ്ണം ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ലിവർ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ജീവിക്കാം. അപ്പോൾ പണ്ട് ഇത് നടന്നോടുന്നില്ലേ, പക്ഷെ ഇപ്പം അത് നടക്കുന്നുണ്ട്. അപ്പോൾ ലിവറിൻ്റെ പ്രശ്നം കൊണ്ടും അല്ല കലാഭവൻ മണി മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അന്ന് കേസ് അന്വേഷിച്ചിരുന്ന അതിൻ്റെ തലവനായ ഒരാൾ സഫാരി ചാനലിൽ വന്നിരുന്ന് പറഞ്ഞല്ലോ, നമ്മുടെ കലാഭവൻ മണിയുടെ ശരീരത്തിൽ മിഥൈൽ ആൽക്കഹോൾ അമിതമായി ചെന്നു. മറ്റവിടെ നിന്ന് മദ്യപിച്ചിരുന്ന കൂട്ടുകാരുടെ ശരീരത്തിലൊന്നും എല്ലാം നോർമലാണ്. അവരെല്ലാം ഒരേപോലെ മദ്യപിച്ചിരുന്ന ആൾക്ക് കലാഭവൻ മണിക്ക് മാത്രം ഇത്രയധികം മിഥൈൽ ആൽക്കഹോൾ വിഷമകത്ത് ചെല്ലാനായിട്ട് എന്താ കാര്യം? അത് അവർക്ക് ഈ കൂട്ടുകാർ ആരെങ്കിലും ഈ എന്തെങ്കിലും കൊടുത്തു എന്നാണ് നമ്മുടെ അനിയനായ രാമകൃഷ്ണനും മറ്റുള്ള കാര്യങ്ങൾ ആരോ ഇതിൻ്റെ ഉള്ളിൽ ഇന്ന ആളെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആരോ ഒരു അറിയാണ്ട് കലാഭവൻ മണിക്ക് മിഥൈൽ ആൽക്കഹോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാമകൃഷ്ണൻ പറയുന്നുണ്ട്, ഈ മരണത്തെ അവിടെ വെച്ച് ഛർദ്ദിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇവിടെ വന്ന് ഇവിടെ പാടി മൊത്തം ക്ലീൻ ചെയ്തു. എന്തിനാ ക്ലീൻ ചെയ്ത് എന്താണെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് പോലീസ് അന്വേഷിച്ചിട്ട് ഒരു ഇതും കിട്ടാണ്ട് കേസ് ഫയലും മടക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവർ കുടുംബക്കാർ കോടതിയിൽ കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് വീണ്ടും അന്വേഷണം CBIക്ക് കൈമാറിയത്. CBIക്ക് കൈമാറിയ CBIക്ക് അന്വേഷിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല കൊലപാതകങ്ങളോ വലിയ വലിയ കേസുകളൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങളായിട്ട് ഈ CBIക്ക് ആകെ അന്വേഷിക്കാനുള്ളത് എന്താണ്? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ആ കൂട്ടുകാരോട് വിളിച്ച് വീണ്ടും ഒന്ന് ചോദ്യം ചെയ്യാം.
പിന്നെ ആകെ നടത്തിയത് CBI ഒരു നുണപരിശോധനയാണ്. 7 കൂട്ടുകാരെ കൊണ്ടുപോയി നുണപരിശോധന നടത്തി. 7 കൂട്ടുകാരും നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് കോടതി ചോദിച്ചപ്പോൾ സമ്മതിച്ചു. അങ്ങനെ 7 പേരെ പേരൊന്നും ഞാൻ പറയുന്നില്ല. 7 പേരെ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നുണപരിശോധനയിൽ നമ്മൾ പുറത്താവും എന്ന് കരുതിയാൽ നമ്മൾ എന്തുണ്ടാവും? കോടതിയുടെ മുമ്പിൽ പറയും എനിക്ക് നുണപരിശോധനയ്ക്ക് തയ്യാറല്ല എന്ന് പറയും. ഈ 7 കൂട്ടുകാരും നുണപരിശോധനയ്ക്ക് തയ്യാറായി. അവരെ കൊണ്ടുപോയി നുണപരിശോധന നടത്തി. അതിലൊന്നും ഇവർക്ക് ഈ കലാപം മണിയുടെ മരണവുമായി യാതൊരു ബന്ധവുമില്ല. കാരണം എന്താണ്? കലാപം മണിയുടെ കൂട്ടുകാരിൽ എല്ലാവരും കലാപം മണിയെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അതിന് കയ്യും മെയ്യും മറന്ന് അവരൊപ്പം നിൽക്കുന്ന ആളാണ്. ഇപ്പൊ ദിലീപിന് ഈ കേസ് നിൽക്കുന്നവരൊക്കെ വരുന്ന സമയത്ത് കലാപം മണി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ആനയുടെ ബലാണ് ഉണ്ടാവുക. ഒപ്പം നിൽക്കും നമ്മുടെ ദിലീപിന്റെ കൂടെ. അത് ദിലീപിനും അറിയാം. അതുകൊണ്ടാണ് ദിലീപ് ഇപ്പൊ സിനിമാക്കാർ മുഴുവൻ കലാപം മണിയുടെ വീട്ടുകാരും മറന്നു. ഒരാൾ പോലും അങ്ങോട്ട് വിളിക്കുകയെ സംസാരിക്കുക അങ്ങോട്ട് ചെല്ല് ഒന്നും ഉണ്ടാവണില്ല. ആകെ വിളിക്കുന്നത് ആരാ? ദിലീപ് മാത്രമാണ്. ദിലീപ് വിളിക്കും, അവർ വീട്ടുകാരൊന്ന് ആശ്വസിപ്പിക്കും. ദിലീപ് ഇടയ്ക്ക് അവിടെ വീട്ടിലും ചെല്ലും, വീട്ടിലും ചെന്നിട്ടും ആശ്വസിപ്പിക്കും. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അതാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. ഇവിടെ സിനിമാക്കാരെല്ലാവരും ഈ കലാപമണിയുടെ മാത്രമല്ല, ഏത് സെലിബ്രിറ്റി മരിച്ചെന്ന് നിങ്ങൾ കണക്ക് നോക്കിക്കോ. അന്നത്തെ ദിവസം മാത്രം ഇന്നസെന്റ് വീട്ടിൽ പോലും ഒരാൾ വിളിക്കാറില്ല, ഒരാൾ ചെല്ലാറില്ല. പിന്നെ അവരെ ആണ്ടെത്തുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഒത്തുകൂടും. അന്ന് മാത്രം ഒന്ന് സോഷ്യൽ മീഡിയയിലും ഇതിലും ഒരു ചർച്ചയുണ്ടാവും. അതോടെ കഴിഞ്ഞു. ഏത് സെലിബ്രിറ്റി മരിച്ചാലും ഇതെന്നെ ഗതി. അവർക്ക് എന്താണ്? സിനിമയിൽ വലുതാവണം, സിനിമയിലെ ചെയ്യണം. അവർക്ക് സിനിമയിൽ മാത്രം അവർ ലോകമുള്ളൂ. മരിച്ചവർ പിന്നെ അവരത് വിട്ടു. അവരും മരിച്ചല്ലോ, ഇനി അവർക്ക് ജീവനില്ല. പിന്നെ അവർക്ക് അവർ കുടുംബക്കാരെ സ്നേഹിക്കേണ്ട കാര്യം അവർക്ക് ഇല്ലല്ലോ. എന്നാൽ അവരേതായുള്ള തിരക്കിൽ പോകണം. അവരാരും കുറ്റം പറയല്ല. പക്ഷേ അതാണ് ലോകം. ഇപ്പോഴും കലാപം മണിയെ സ്നേഹിക്കുന്നവർ അവിടെ ചെല്ലാറുണ്ട്. ആരാണ്? ആരാധകർ. തമിഴ്നാട്ടിൽ നിന്ന് പോലും കന്നഡ നാട്ടിൽ നിന്ന് പോലും ചാലക്കുടി എത്തുമ്പോൾ ഈ സീസണിൽ, അയ്യപ്പസ്വാമി സീസണിൽ ഈ അയ്യപ്പന്മാർ ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ചാലക്കുടി എത്തുമ്പോൾ അവർ കലാപം മണിയുടെ വീട് അന്വേഷിച്ച് കലാപം മണിനെ അടക്കിയോടത്ത് പോയി ആ ശ്രീമന്തി മണ്ഡപത്തിന്റെ ചുറ്റും ശരണം വിളിച്ച് കെട്ട് തലയിൽ വെച്ച് ശരണം വിളിച്ചിട്ട് അവർ പോണു. അപ്പൊ അന്യരാജ്യക്കാർ കലാപം മണിനെ സ്നേഹിക്കുന്ന സ്നേഹം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഇപ്പോഴും കലാപം മണിയുടെ ശവകുടീരം കാണാനും ആ വീട് കാണാനും ആ ഓർമ്മ പുതുക്കാനും അവരവിടെ ചെല്ലുന്നുണ്ട്. ചെല്ലാത്തത് ഒറ്റ ആൾക്കാർ മാത്രമേ സിനിമക്കാർ, കലാപം മണിയുടെ കൂട്ടുകാർ. ആ കലാപം മണി മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ കൂട്ടുകാർ പോലും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കൂട്ടുകാരെ ഒരു ചതി ചെയ്തിട്ട് കലാപം മണി മരിക്കില്ല. കൂട്ടുകാർ അങ്ങനെ കലാപം മണിനെ അറിയുന്ന ഒരാൾ അങ്ങനെ ഒരു ചതി ചെയ്യില്ല. പക്ഷേ ഈ ചോദ്യം ചെയ്യലും മറ്റും ചെയ്യലൊക്കെ CBI ആയാലും പോലീസായാലും പല ആൾക്കാരും വിട്ടുപോയിട്ടുണ്ട്. ആ നാട്ടിലുള്ള പല ആൾക്കാരും വിട്ടുപോയിട്ടുണ്ട്. ഇത് വിദേശ മദ്യമല്ല, നാട്ടിലുണ്ടാക്കിയ ഒരു മദ്യം കൊണ്ടുവന്ന് അവിടെ കഴിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനോ അതുണ്ടാക്കിയ ആളെ അന്വേഷിക്കാനോ അവിടെ നിന്ന് അതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങൾ മാറ്റാനോ പിടിക്കാനോ ഒന്നും പോയില്ല. അതിലായിരിക്കാം ഇതേൽ ആൽക്കഹോൾ ശരീരത്തിൽ എത്തിയിരിക്കുന്നത്. അളവിൽ കൂടുതൽ ചെല്ലുമ്പോഴാണല്ലോ ലിവറിൻ്റെ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്ക് കൂടുതൽ മദ്യം അകത്ത് ചെല്ലുമ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒറ്റ പ്രാവശ്യം ഛർദ്ദിക്കൽ ആശുപത്രി എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മരിക്കലൊക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര അസ്വാഭാവികമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അവരെ കുടുംബക്കാർക്ക് അങ്ങനെ തോന്നിയാൽ യാതൊരു തെറ്റുമില്ല. അതന്നെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക. ഇപ്പോഴും കലാപം മണിയുടെ ഈ മരണത്തിനെ കുറിച്ച് ഇപ്പോഴും അജ്ഞാതമാണ്. ഒരാളങ്ങനെ പെട്ടെന്നൊന്ന് ഛർദ്ദിച്ച് അങ്ങനെ പെട്ടെന്ന് മരിക്കില്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം അന്വേഷണങ്ങളൊക്കെ ഇനിയും വേണമെങ്കിൽ വരാം, ഒരു കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ തലവനായ അദ്ദേഹം തന്നെ പറഞ്ഞു കലാപം മണിയുടെ മരണത്തിൽ ഒരുപാട് ശരീരത്തിലും മിഥൈൽ ആൽക്കഹോൾ ഒരുപാട് ഉണ്ടായിരുന്നു, ഒരു വിഷം അകത്ത് ചെന്നിട്ടുണ്ട്. അത് എന്ത് വിഷം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞില്ല. എന്നിരുന്നാലും മിഥൈൽ ആൽക്കഹോൾ ശരീരത്തിൽ ചെന്നു എന്നുള്ള എല്ലാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതെങ്ങനെ ചെന്നു. ഈ നമ്മുടെ ബിജു നെല്ലങ്കര പറയണതിൽ ഒരു വാദമുണ്ട്. എന്താണ്? ഈ സുധാകരൻ ഈ ലോകത്ത് കലാപം മണി മരിച്ചപ്പോൾ കലാപം മണി മരിക്കേണ്ട ആൾ തന്നെയാണെന്ന് പറഞ്ഞുള്ള ഒരൊറ്റ വ്യക്തി ഉണ്ടെങ്കിൽ ഈ ഭാര്യ പിതാവ് സുധാകരനാണെന്ന് പറഞ്ഞത്. അവൻ മരിച്ചത് എങ്ങനെയാണ്? അവൻ വെള്ളമടിച്ച് ചത്തു. അതിനിപ്പോൾ നമുക്കെന്താ? അതിന് ഞാനെന്താ കുറ്റക്കാരൻ എന്നാ പറഞ്ഞത്. അപ്പോൾ കലാപം മണി മരിച്ചിട്ട് ആകെ കലാപം മണിനെ കുറ്റം പറഞ്ഞുള്ളത് ഈ സുധാകരനാണ്.
ഇനിയിപ്പോൾ ഈ സുധാകരനെ ചുറ്റിപ്പറ്റി അന്വേഷണങ്ങൾ നടന്നോ, സുധാകരന്റെ കൂട്ടുകാരെ പറ്റി അന്വേഷണങ്ങൾ നടന്നോ, ഇനിയിപ്പോൾ സുധാകരന്റെ കൂട്ടുകാർ കലാപം മണി സുഹൃത്തുക്കളാണോ എന്നുള്ള അന്വേഷണങ്ങൾ നടന്നോ എന്നൊന്നും നമുക്കറിയില്ല. ഈ ബിജു നെല്ലങ്കര ഇട്ട പോസ്റ്റിലെ കാര്യങ്ങൾ മാത്രം നമുക്കറിയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോലീസിനും അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മാത്രമേ അറിയുള്ളൂ. എന്തായാലും ദുരൂഹത ഇന്നും ബാക്കി നിൽക്കണം. ഇപ്പോഴും കലാപം മണിയുടെ അനിയന്മാരെയും കുടുംബക്കാരെയും ഒക്കെ സംരക്ഷിച്ച്, നാട്ടുകാരെയും സംരക്ഷിച്ച്, പാവപ്പെട്ടവരെയും സംരക്ഷിച്ച്, ഇനി ഇതുപോലൊരു മനുഷ്യൻ ഇനി ഉണ്ടാവില്ല. ഇതുപോലെ ഇത്രയും നല്ലൊരു സാധുവായ മനുഷ്യൻ, ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഇനി ഭൂമിയിലുണ്ടാവും. ഈ ഇത്രയും വലിയൊരു കലാകാരനായിട്ട്, ഇത്രയും സെലിബ്രിറ്റി ആയിട്ട് പോലും ഒരു തലക്കനമില്ലാത്ത ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ കലാപം മണി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു നടനായാലും ഒരു മനുഷ്യനായാലും അവന് അഹങ്കാരം എന്ന് തലയ്ക്ക് പിടിച്ചോ അന്ന് അവൻ്റെ അന്ത്യമാണെന്ന്. അതുപോലെ തന്നെ ഒരു അഹങ്കാരം ഇല്ലാണ്ട്, ഒരു തലക്കനം ഇല്ലാണ്ട് ജനിച്ച് മരിച്ച ഒരാളാണ് കലാപം മണി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചതും പറയണതും. അപ്പം അതുകൊണ്ട് കലാപം മണിക്ക് മരണമില്ല. ജനങ്ങളുടെ മനസ്സിൽ കലാപം മണിക്ക് മരണമില്ല. സിനിമാക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കലാപം മണി മരിച്ചു. മരിച്ച കലാപം മണി കൊണ്ട് അവർക്ക് ഇനി ഒരു ഉപകാരമില്ല. പക്ഷെ അതല്ല, നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും കലാപം മണി ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. ആ അമ്മയുടെയും മകളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. കലാപം മണിയുടെ ആത്മാവ് ആ വീട് വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. ആ അമ്മയുടെയും മകളുടെയും കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. കലാപം മണിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് സ്വർഗത്തിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ട്. കലാപം മണിയുടെ കുടുംബക്കാരോട് നമുക്ക് ചെയ്യാവുന്ന ഒരു വലിയൊരു കടമയുണ്ട്. അത് ഞാൻ നിങ്ങളോട് അവസാനം പറയാമെന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പ്രതികരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കലാപം മണിയെ സ്നേഹിക്കുന്ന ഹൃദയമുള്ളവരാണ്. കലാപം മണിനെ എത്ര കൊല്ലം കഴിഞ്ഞാലും സ്നേഹിക്കുന്നവരാണ്. നമ്മൾ പ്രതികരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ഞാനിവിടെ പറയണത്. അതിന് ജനങ്ങൾ പ്രതികരിക്കുക, ഒത്തൊരുമിച്ച് നിൽക്കുക. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. കലാപം മണി മരിച്ചതിന് ശേഷം കലാപം മണിയുടെ സ്വത്തുക്കൾ കണ്ണ് നട്ടൊരാൾ ഇരിക്കുന്നുണ്ട്. അതാരാണ്? സുധാകരനാണ്. ആ സുധാകരൻ എന്തുണ്ടായി? പാടിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ, ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ, ഈ നമ്മുടെ കലാപം മണിയുടെ പാടിയും കൂടി കിട്ടിയാൽ കൊള്ളാം എന്ന് അവർക്ക് തോന്നി. അവരത് നേരിട്ട് സുധാകരനോട് പറഞ്ഞു. സുധാകരൻ എന്തുണ്ടായി? അടികൂടെ അത് വിൽപ്പനയ്ക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുകൊണ്ടുവന്നപ്പോൾ ഇതറിഞ്ഞു രാമകൃഷ്ണൻ അറിഞ്ഞോട് കൂടിയിട്ട് ആ ബിസിനസ് നടന്നില്ല. രാമകൃഷ്ണൻ ശക്തമായിട്ട് എതിർത്തു. അതുപോലെ തന്നെ ഭാര്യ എതിർത്തു. അതുകൊണ്ട് സുധാകരന് അവിടെ ആ ഒരു ഭൂമി വിൽക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം പറ്റിയില്ലെങ്കിലും ഈ ഭൂമി സുധാകരൻ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് എന്തെങ്കിലും രീതിയിൽ ഈ മാഫിയയ്ക്ക് തന്നെ വിൽക്കും എന്നെനിക്കൊരു സംശയമുണ്ട്. അത് അവിടെ അങ്ങനെ ഒരു ചർച്ച ചാലക്കുടിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കലാപം മണിയുടെ വാഹനങ്ങൾ, വണ്ടികൾ എല്ലാം ഈ സുധാകരൻ വിൽക്കാനായിട്ടുള്ള ഒരു പരിപാടി നടത്തി. അതിനും തടസ്സം നിന്നത് നമ്മുടെ ഈ അനിയനാണ്, രാമകൃഷ്ണനാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അവിടെ ഈ സ്വത്തുക്കളുടെ പേരിൽ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പാടി സെയിലാവാം. അതുപോലെ തന്നെ വീട്ടിലെ ഇൻഷുറൻസും ടാക്സും എല്ലാം അടച്ച് ഒരു ഉപയോഗം ഇല്ലാണ്ട് നശിച്ചു പോണേലും ഭേദം വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം നടക്കുന്ന രാമകൃഷ്ണൻ അതും വിൽപ്പനയ്ക്കുള്ള ആൾക്കാരെ സെറ്റപ്പ് ചെയ്തു. പക്ഷെ അതും നടന്നില്ല. കലാപം മണിയുടെ എന്ത് സാധനം മേടിക്കാനും ആൾക്കാർ ഇവിടെ ക്യൂണ്. എത്ര ലക്ഷം കൊടുത്തിട്ടായാലും അത് വാങ്ങിക്കാൻ തയ്യാറാണ്. ഓട്ടോറിക്ഷയുണ്ട്, ബുള്ളറ്റ് ഉണ്ട്, 2-3 കാറുണ്ട്. ആദ്യം കലാപം മണിക്ക് ഒരു കാരവൻ തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വിൽക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സ്വത്തുക്കൾ, അതുപോലെ തന്നെ കലാപം മണി മേടിച്ചിട്ട പല സ്വത്തുക്കളും പല ലാൻഡുകളും വേറെ സ്ഥലങ്ങളിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെയും സെയിലുകളും കാര്യങ്ങളെല്ലാം നടക്കാനായിട്ട് ഈ രാമകൃഷ്ണൻ നടക്കുന്നുണ്ട്.